ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോസ്. KTU BTech 2024 ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ കലണ്ടർ വന്നത്, അക്കാഡമിക് കലണ്ടർ വന്നിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ചോദിച്ചു, എങ്ങനെ മിസ് ചെയ്യും, ഒരു 2-3 മാസം കൊണ്ട് എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി പഠിക്കുക എന്നുള്ളത്. ശരിയാണ്, നമുക്ക് ഡിസംബർ ലാസ്റ്റ് ജനുവരി ആയിട്ട് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം ഉണ്ടാവും. ആ രീതിയിലാണ് ഇപ്പൊ നമ്മുടെ കലണ്ടറിൽ ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പം ക്ലാസ്സുകളിലൊക്കെ തുടങ്ങി, അതായത് ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സിലൊക്കെ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഒക്ടോബർ നവംബർ ഡിസംബർ ലാസ്റ്റിൽ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. ഇപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പ്ലസ് ടു നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴാണ് നമുക്കൊരു ഒരു ഫൈനൽ എക്സാം വരുന്നത്. അതിപ്പോ ഈ ഒരു 3 മാസം കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത്. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്റർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഒരു ഇത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, യൂഷ്വലി അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സെമസ്റ്ററിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞിട്ട് തന്നെയാണുള്ളത്. അപ്പോ പക്ഷെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. സോ ഇത് നമ്മൾ കുറെ പരാതി പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാതെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 സെമസ്റ്റേഴ്സ് ആണ് നമ്മൾ എപ്പോഴും ഓർക്കുക. കാരണം തേർഡ് സെം മുതൽക്ക് നമ്മുടെ കോർ പേപ്പേഴ്സ് ഒക്കെ വരും. അപ്പൊ അതിനേക്കാളും നമ്മുടെ ബേസിക് സബ്ജക്ട്സ് ആണ് നമുക്ക് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഒക്കെ വരുന്നത്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ബേസിക് ഇലക്ട്രിക്കൽ, അങ്ങനെ വരുന്ന സബ്ജക്ട്സ്. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് ക്രെഡിറ്റ്സ് കൂടുതൽ വാങ്ങിക്കാനും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനൊക്കെ പറ്റും, പ്രൊവൈഡഡ് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിനുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും പല സ്റ്റുഡൻസിനും അവരുടെ ഗ്രൂപ്പ് ഏതാണ്, അല്ലെങ്കിൽ കറക്റ്റ് പ്രോപ്പർ സിലബസ് ഏതാണെന്ന് അറിയാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങൾ കോളേജിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇനിയും ആർക്കെങ്കിലും അതൊക്കെ അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കണം. നമുക്ക് 4 ഗ്രൂപ്പുകളാണുള്ളത്. നിങ്ങൾ ഏത് ഗ്രൂപ്പാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർ സിലബസ് ഏതാണ്, അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം കേട്ടോ. ഇനി ആരെങ്കിലും അങ്ങനെ എടുക്കാത്തവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ല, നിങ്ങൾക്ക് ഇനി അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി, നമ്മളത് ഷെയർ ചെയ്ത് തരാം. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടും, ഒന്നും മിസ്സാവില്ല. ഓക്കെ, പിന്നെ നമുക്ക് എക്സാമുകളെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സീരീസ് എക്സാമും പിന്നെ നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാമും ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം ഒന്ന് ഗ്രൂപ്പ്, ഒന്ന് സിലബസ്, പിന്നെ എങ്ങനെയാണ് എക്സാം പാറ്റേൺ, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്. ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ആദ്യം ഒരു സീരീസ് ടെസ്റ്റ് വരും, അത് ഒക്ടോബർ ലാസ്റ്റ് നവംബർ ആയിട്ട് ഫസ്റ്റ് സീരീസ് വരും. മിക്കവാറും 2 മോഡ്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. അത് മൊത്തം നമുക്ക് 4 മോഡ്യൂളാണ്, അതിൽ ഒരു 2 മോഡ്യൂൾ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ഡിസംബറിൽ സെക്കൻഡ് സീരീസ് വരും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്റേണൽ മാർക്ക് വരുന്നത്. ഈ സീരീസ് എക്സാമുകളെ ഒന്നും മക്കൾ ദയവ് ചെയ്ത് ക്ലാസ് ടെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത്. ഇതിലത്തെ മാർക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലാസ്റ്റ് എഴുതുന്ന യൂണിവേഴ്സിറ്റി എക്സാം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ സീരീസ് എക്സാം എന്ന് പറഞ്ഞത്. വെറുതെ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് ഒന്നും കിട്ടില്ല. നിങ്ങൾ ഈ സീരീസ് എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ ആ സീരിയസ്നെസ്സോട് കൂടി വേണം നിങ്ങൾ സീരീസ് എക്സാമിനൊക്കെ പഠിക്കാനായിട്ട്. അപ്പൊ 2 സീരീസ് എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് ഡിസംബർ ലാസ്റ്റ് ജനുവരിയോട് കൂടി ആയിരിക്കും നമ്മുടെ ഫൈനൽ എക്സാമും വരുന്നത്. അപ്പൊ എക്സാംസ് ഒക്കെ എപ്പോ വരും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി എങ്ങനെ ഈ 3 മാസം കൊണ്ട് പഠിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ റെഗുലർ ആയിട്ട് നിങ്ങൾ നോട്ട്സ് ഫോളോ ചെയ്ത്, എന്തായാലും ഇപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എൻട്രൻസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് കുറെ നാൾ നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ഇനി നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ ഹാർഡ് വർക്ക് ഇട്ടിട്ട് ഡെയിലി പഠിക്കുക. എന്തായാലും നിങ്ങൾക്ക് ആ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങ് പഠിച്ചു പോയാൽ മതി. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പുതിയ സ്കീമാണ് അല്ലെ, 2024 പുതിയ സ്കീമാണ്. 2019 നിങ്ങളുടെ സീനിയേഴ്സിന്റെ പഠിച്ചതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. എക്സാം പാറ്റേൺ ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സീരീസ് എക്സാംസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാന്നുള്ളത്. അപ്പോ റെഗുലർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓരോ ദിവസം എടുക്കുന്നത് അന്നന്ന് തന്നെ ക്ലിയർ ആക്കി മനസ്സിലാക്കി പോവുക, നോട്ട്സ് ഒക്കെ കറക്റ്റ് ആക്കി വെക്കുക. അടുത്തൊരു കാര്യം, അറ്റൻഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ചുമ്മാ വെറുതെ ഒന്നും ലീവ് എടുക്കരുത്. കാരണം അറ്റൻഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
കോളേജ് അല്ലേ പോയില്ലെങ്കിൽ കാര്യമില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ തന്നെ അറ്റൻഡ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഫെസ്റ്റുകൾ, സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ നിങ്ങൾ പഠനത്തിൽ നിന്ന് ഒട്ടും മാറിപ്പോവുകയും ചെയ്യരുത്. പിന്നെ ഒരു കാര്യമാണ് ട്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ബിടെക്കിന് പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴല്ലേ ട്യൂഷൻ, കോളേജിൽ പഠിക്കുമ്പോൾ ട്യൂഷൻ വേണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഏതെങ്കിലും സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ട്യൂഷന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ട്യൂഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഓഫ്ലൈൻ ട്യൂഷൻസിന് പോവാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഓൾറെഡി ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു സമയമാവും. സാറ്റർഡേസ് മിക്കവാറും കോളേജിൽ ക്ലാസ്സുകളുള്ള ടൈം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് പോസിബിൾ അല്ല. പക്ഷെ ഓൺലൈൻ ആയിട്ടുള്ള ട്യൂഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ലേണിനോയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. അത് കൂടാതെ നമ്മുടെ ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് റെക്കോർഡ് ട്യൂഷൻ കോഴ്സസ് അവൈലബിൾ ആണ് എല്ലാ ഗ്രൂപ്പുകാർക്കും. ഫസ്റ്റ് ഇയർ കോഴ്സ് പറഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടാണ് ക്ലാസ് കിട്ടുന്നത്. നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ മാത്രം അത് കാണാം. നോട്ട്സ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ എക്സാം വരുന്ന ആ പാറ്റേൺ അനുസരിച്ച് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോർഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. വിത്ത് പേഴ്സണൽ മെന്ററിങ്. നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളോട് സംസാരിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ വഴിയൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമ്മുടെ റെക്കോർഡ് ട്യൂഷൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതല്ല ഇൻഡിവിജ്വൽ ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സബ്ജക്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഗ്രൂപ്പ് എയിൽ ഉള്ള ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് എല്ലാം കൂടെ ചേർന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പ് കോഴ്സുകൾ ഉണ്ട്. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ കോഴ്സും എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇയർ മാക്സിമം നിങ്ങളുടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാം. ഒപ്പം നമ്മൾ പഠിക്കുക. എക്സാം നമുക്ക് ഡിസംബർ ലാസ്റ്റ് ജനുവരിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവുക. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.